നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് കൊപ്പത്ത് മിന്നലേറ്റ് ബെഡ് കമ്പനിക്ക് തീപിടിച്ചു. പാലക്കാട് കൊപ്പം വിളത്തൂരിൽ മിന്നലേറ്റ് ബെഡ് കമ്പനിക്ക് തീപിടിച്ചു. പാറക്കൽ മൂസയുടെ ഉടമസ്ഥതയിലുള്ള ബെഡ് കമ്പനിക്കാണ് തീപിടിച്ചത്. ഇന്ന് വൈകിട്ട് 7:30യോടെയായിരുന്നു സംഭവം. പട്ടാമ്പി ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഷൊർണൂരിൽ നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നും കൂടുതൽ യൂണിറ്റുകളെത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുന്നു. തൃശൂരിൽ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ പുഴയിൽ വീണു. 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തൃശൂർ തിരുവില്ലാമലയിൽ ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ പുഴയിൽ വീണു. കാറിലുണ്ടായിരുന്ന 5 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മലപ്പുറം കോട്ടക്കൽ ചേങ്ങോട്ടൂർ സ്വദേശി ബാലകൃഷ്ണനും കുടുംബവുമാണ് കാറിൽ സഞ്ചരിച്ചിരുന്നത്. ഇന്ന് രാത്രി 7:30യോടുകൂടിയാണ് അപകടം സംഭവിച്ചത്. വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം നടന്നത്. ഗായത്രി പുഴയ്ക്ക് കുറുകെ കൊണ്ടാഴി തിരുവില്ലാമല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്ത് കടവ് തടയണയിലാണ് അപകടം നടന്നത്. രാത്രിയിൽ ഗൂഗിൾ മാപ്പ് നോക്കി തടയണയിലൂടെ കാർ മുന്നോട്ടെടുക്കുകയായിരുന്നു. കാണാതായ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി തൃശൂരിൽ CCTV ദൃശ്യം ലഭിച്ചു. അന്വേഷണം ഊർജിതമാക്കി പോലീസ്. താമരശ്ശേരി പെരുമ്പള്ളയിൽ നിന്ന് കാണാതായ പെൺകുട്ടി തൃശൂരിലെത്തിയതായി കണ്ടെത്തി. കഴിഞ്ഞ 14-ാം തീയതി തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ ലോഡ്ജിലാണ് കുട്ടിയെത്തിയത്. CCTV ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി. ബന്ധുവായ യുവാവും പെൺകുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. മാർച്ച് 11-ാം തീയതി മുതലാണ് പെൺകുട്ടിയെ കാണാതായത്. പരീക്ഷ എഴുതാൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഫാത്തിമ നിത. മകൾ പിന്നീട് തിരിച്ചു വന്നില്ല എന്നാണ് പിതാവ് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കം, യുവാവ് കൊല്ലപ്പെട്ടു. കൊച്ചി മലയാറ്റൂരിൽ മദ്യപിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. മലയാറ്റൂർ സ്വദേശി ജിബിനാണ് കൊല്ലപ്പെട്ടത്. 27 വയസ്സായിരുന്നു. മലയാറ്റൂർ സ്വദേശി വിഷ്ണുവാണ് ആക്രമിച്ചത്. മൃതദേഹം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ്. വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കനാലിന്റെ കരയിലിരുന്ന് മദ്യപിക്കുന്നതിനിടെയാണ് ഇരുവരും തമ്മിൽ തർക്കമുണ്ടായത്. തുടർന്ന് വിഷ്ണു ഷിബിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ. ഒടുവിൽ പ്രതികരിച്ച മമ്മൂട്ടിയുടെ ടീം. നടൻ മമ്മൂട്ടിക്ക് കുടലിൽ അർബുദം സ്ഥിരീകരിച്ചെന്ന വാർത്ത നിമിഷനേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത്. 73-കാരനായ നടൻ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി ഷൂട്ടിംഗിൽ നിന്നും മാറി നിൽക്കുകയാണെന്നും താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും വാദങ്ങൾ വന്നിരുന്നു. ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് നടന്റെ PRO. പ്രചരിക്കുന്ന വാർത്തകളെല്ലാം വ്യാജമാണെന്നും താരം റംസാൻ നോമ്പിലാണെന്നും അദ്ദേഹത്തിന്റെ ടീം വ്യക്തമാക്കി. റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനാണ് അദ്ദേഹം അവധിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്നും അദ്ദേഹം ഇടവേളയിലാണ്. ഇടവേളയ്ക്ക് ശേഷം മോഹൻലാലിനൊപ്പമുള്ള മഹേഷ് നാരായണന്റെ സിനിമാ ഷൂട്ടിങ്ങിലേക്ക് അദ്ദേഹം തിരികെ പോകും. നടന്റെ PRO വ്യക്തമാക്കി. എന്തായാലും അഭ്യൂഹങ്ങൾക്കൊടുവിൽ വ്യക്തത ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് മമ്മൂട്ടി ആരാധകർ.